ഈ പുരസ്കാരം ഞാനിത് ആദ്യം സമർപ്പിക്കുന്നത് നമ്മളുടെ കേരളത്തിൽ ഒന്നിനും കഴിയത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അന്നേരം ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്നും അതിൽ നിന്നും വന്നിട്ടാണ് ഇപ്പോൾ യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്നും അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വന്നിട്ട് സ്വയം ആർജിച്ചെടുത്തതാണ്. അന്നേരം എല്ലാവർക്കും എല്ലാം കഴിയും എന്നുകൂടി തെളിയിക്കുന്നതാണ് ഈ അവാർഡ്. അന്നേരം അതുകൊണ്ട് തന്നെ ഇതെനിക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. എല്ലാവരിലുമുള്ള കഴിവുകൾ തീർച്ചയായും പ്രയോജനപ്പെടുത്തിയാൽ ഇതേപോലെ ധാരാളം അവസരങ്ങൾ ഓരോ ആൾക്കാരെയും കാത്തിരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അമേരിക്കൻ മലയാളികളുടെ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് തന്നെയാണിത്. വളരെയധികം കേരളത്തിൽ തന്നെ അധികം ചർച്ചയാകപ്പെടുന്ന ഒരു അവാർഡാണ്. അത് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. എൻ്റെ ജീവിതം തന്നെയാണ് എഴുതിയത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് എത്ര കഠിനമായ സാഹചര്യങ്ങളിൽ കൂടി പോകുമ്പോഴും നമുക്കിപ്പോൾ വലിയൊരു മല കാണുമ്പോൾ നമുക്ക് താഴെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആശങ്കയുണ്ടാവും, എങ്ങനെയാണ് ഈ മല കയറുക എന്ന്. പക്ഷെ നമ്മൾ എത്ര കഠിനമാണെങ്കിലും എത്ര ശ്രമിച്ചിട്ടും നമ്മൾ ആ മലയുടെ മുകളിലേക്ക് പോയാൽ തീർച്ചയായിട്ടും അവിടെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച നമ്മളെ കാത്തിരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ മുന്നിൽ വരുന്ന ഏത് പ്രതിസന്ധികളിലും നമ്മൾ തളരാതെ മുന്നോട്ട് പോയാൽ നമുക്ക് വേണ്ടി ഒരുപാട് അവസരങ്ങൾ ഈ പ്രപഞ്ചം തന്നെ നമുക്ക് കാത്തുവെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാനൊരു ക്ഷമാപണത്തോടെ തന്നെ പറയാം. കാരണം ഈ ഫൊക്കാന അവാർഡെന്ന് ഞാൻ പെട്ടെന്ന് FBയിൽ കണ്ടപ്പോൾ ഞാനിത് അവാർഡിനായിട്ട് പുസ്തകം അയക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ അതിൻ്റെ ഗൗരവം അത്രയധികം ഞാൻ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ എനിക്ക് പിന്നീട് ഈ പുസ്തകത്തെ അവാർഡ് കിട്ടിയത് അറിഞ്ഞതിന് ശേഷം വന്ന പ്രതികരണങ്ങളിലൂടെയാണ് ഞാൻ കൂടുതലായിട്ട് ഫൊക്കാന അറിഞ്ഞത്. അത് പിന്നീട് എനിക്ക് അടൂർ സാറിൻ്റെ ഇതിൽ നിന്ന് അവാർഡ് വാങ്ങാൻ പറ്റി. ഇങ്ങനെയുള്ള ധാരാളം നല്ല മനുഷ്യരെ കാണാൻ പറ്റി. നല്ല ഒരു സാഹിത്യ സദസ്സിന് തന്നെ സാക്ഷിയാകാൻ പറ്റി. അതൊക്കെ വളരെയധികം സന്തോഷം നൽകുന്നു.